ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് കൊണ്ടാട്ടമാണ് കേട്ടോ. ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ബീഫ് കൊണ്ടാട്ടം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല വൃത്തിയിൽ കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ നല്ല രീതിയിൽ ബീഫിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഞാൻ അവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരു കുക്കർ എടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ലേശം വെള്ളം കൂടെ അതിൽ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വേവിക്കണം. ഒരു 6-7 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ആ വെള്ളം അതിൽ തന്നെ കുക്കറിൽ തന്നെ വെക്കാം. ബീഫ് മാത്രമായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. വെള്ളം ഒട്ടുമില്ലാതെ നമ്മൾ ബീഫ് മാത്രമായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം ഒഴിവാക്കൊന്നും വേണ്ട, വെള്ളം മാറ്റി വെക്കണം. നമുക്കത് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പാത്രത്തിലേക്ക് വേവിച്ചിട്ടുള്ള ബീഫൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. കൂടെ 2 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. മൊത്തത്തിൽ സാധാ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലാണ്. ഞാനൊരു 2 ഇല കറിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ചൂട് ആറിയതിന് ശേഷം നമ്മളിതൊക്കെ ചെയ്ത് വെക്കാം. ചെറിയൊരു ചൂടുണ്ടായത് കാരണം ഞാനൊരു സ്പൂൺ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതൊന്ന് ശരിക്കും അമർത്തി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് ബീഫൊക്കെ നല്ല രീതിയിലൊന്ന് അമർത്തി വെച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബീഫിലൊക്കെ നല്ല രീതിയിൽ മസാല പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞ സമയത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ബീഫ് കുറേശ്ശെ ഇട്ടുകൊടുക്കാം. പകുതിയായിട്ട് ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം കൂടുതൽ വേവൊന്നും ഉണ്ടാവില്ല, കാരണം ബീഫ് വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അടിഭാഗമൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മളിതുപോലൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഇറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ നമ്മളിതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഓയിലിൽ തന്നെ നമ്മൾ ബാക്കിയുള്ളതും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ബീഫും ഞാൻ അതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി വേഗം തന്നെ അത് ഫ്രൈ ആയി കിട്ടുന്നതാണ്.
ഇനി ആ ഓയിലിൽ തന്നെ നമ്മൾ ഒരു 2 ചെറിയ സവാള ചെറുതായി പീസ് ചെയ്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാള ആണെങ്കിൽ വലുതാണെങ്കിൽ ഒരു സവാള മതിയാവും. അപ്പോൾ ഈ ഓയിലിലിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മനസ്സിലാവുമല്ലോ, ഏകദേശം സവാളൊക്കെ ഒന്ന് വെന്ത് കഴിയുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്തതുപോലെ തന്നെ നമ്മളിതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. ഉള്ളിയും അതുപോലെ എടുക്കുന്നുണ്ട്. അതിലത്തെ എണ്ണയൊക്കെ ഒന്ന് ഊറി വരുന്ന സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ പാത്രത്തിൽ കുറച്ചും കൂടെ ഓയിൽ വന്നിട്ടുണ്ട്. ഈ ഓയിലിൽ നമ്മളിതാ ഒരു കഷ്ണം ഇഞ്ചും ഒരു 3-4 വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഒന്ന് ഇട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പച്ചമുളക് നേർ പകുതിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ കുറവാണെങ്കിൽ ഒരു ലേശം ഓയിൽ അതിലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം മസാലകൾ. അതിനുശേഷം നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ള ആ വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് നമുക്കതിലേക്ക് ഇട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാളയും കറിവേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫും സവാളൊക്കെ നല്ല രീതിയിൽ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം മല്ലിയില ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, വെറുതെ ആവില്ല, ബീഫ് കൊണ്ടാട്ടം സക്സസ് ആകും. അപ്പോൾ അതിനുശേഷം ഇതാ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി നിങ്ങൾക്ക് ഈ ഒരു ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായും ബീഫ് കിട്ടിയാൽ ഇതുപോലൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.